ഹലോ, കോടീശ്വര ഫൈനാൻസിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ബ്ലൈഡ് കമ്പനി അല്ലേ? ഇവിടെ ബ്ലൈഡും കത്തിയും ജീപ്പൊന്നുമില്ല. ഇതൊന്നാ ബാർബർ ഷാപ്പോ? ഫോൺ നേരം വിളിക്കുന്നതിന് മുമ്പേ ഒരുത്തൻ ഷേവ് ചെയ്യാൻ വിളിക്കുന്നു. അല്ലേ, ഒരുത്തൻ രാവിലെ എന്നോട് ചോദിക്കുക ഇത് ബ്ലൈഡ് കമ്പനി അല്ലേ എന്ന്. അല്ല, നമ്മുടെ കമ്പനിക്ക് ബ്ലൈഡ് കമ്പനി എന്നൊരു പേരുണ്ടോ? ഫൈനാൻസ് കമ്പനി സാധാരണ ബ്ലേഡ് കമ്പനി ആളുകൾ വിളിക്കുന്നത്. ബ്ലേഡ് ഷേവ് ചെയ്യാനും കഴുത്തറക്കാനും അല്ല ഉപയോഗിക്കുന്നല്ലേ? ഇതുപോലെ കഴുത്തറപ്പ് വന്നല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അതേ, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ? പോകുമ്പോ പീറ്ററൊന്ന് ഗവനിക്കണം. ശരി. ഞാൻ വെറുതെ പറഞ്ഞതാ. കിട്ടുന്ന കാശ് അതുപോലെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. പീറ്ററിനൊന്നും വേണ്ട. 3-4 ബെല്ലടിച്ചില്ലേ? താൻ കേട്ടില്ലായിരുന്നോ? ചെവി 2 ഉള്ളൂ, പിന്നെ എങ്ങനെ 3-4 കേൾക്കും? നിനക്ക് അനുസരണം തീരെ കുറയുന്നു. 300 രൂപയിലെ ശമ്പളം, ദിവസം 10 രൂപയുടെ അനുസരണം കാണിച്ചാ പോലെ. അത് കാണിക്കുന്നുണ്ട്. മതി മതി മതിയെങ്കിൽ മതി. ഇന്ന് പഴം വരുന്ന ദിവസമാ. മോളിപ്പോ വരും. ഇന്നൊന്ന് വിലസണം. വിലസിക്കോ? ഭാഗ്യവാനല്ലേ, പണം കൊണ്ട് തരാൻ പൊന്നുമോളുണ്ടല്ലോ. എല്ലാം നല്ലതിനാണെന്ന് ഞാൻ സമാധാനിക്കുകയാണ്. ദുരിതം നിറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയും ഏക ആശ്രയം ചേട്ടനാണ്. ചേട്ടന്റെ സ്നേഹമാണ്. എനിക്കതറിയാൻ രാധേ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര വാശി. നിനക്ക് വേണ്ടി ഏറ്റവും നല്ല ഭാവി ഒരുക്കണമെന്ന വാശി. അതിനായിട്ടാണ് ഞാൻ അന്യനാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചത് തന്നെ. NOC-യുടെ കാര്യം ശരിപ്പെട്ടുവെന്ന് ഇന്ന് ആ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴാണ് നിന്നെ കുറെ നാളത്തേക്കെങ്കിലും വിട്ടുപിരിയണമല്ലോ എന്ന് ഞാൻ ഓർത്തത്. എന്റെ ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. ചേട്ടന് വേഗം ആ ഉദ്യോഗം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ദേവിക്ക് ഒരു മുന്നുകാലി നേർന്നതാ. എന്നെ പറഞ്ഞുവിടാൻ അത്ര ധൃതിയായില്ലേ? അതെ, തീർച്ചയായും. അതെന്താ? ഈ കാത്തിരിപ്പ് വേഗം ഒന്ന് അവസാനിപ്പിക്കാൻ. ഏത് കാത്തിരിപ്പ്? ചേട്ടന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചേട്ടന്റെ ഭാര്യയാകാനുള്ള കാത്തിരിപ്പ്. കേട്ടോ ബാലപിള്ളേ, സന്ധ്യയാകുമ്പോ എന്റെ കൈക്കൊരു വിറയല. കൈക്ക് സ്വാധീനക്കുറവൊന്നുമില്ലല്ലോ? കൈക്ക് മാത്രമല്ല, ആകെ സ്വാധീനക്കുറവാ. എടി, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേ ഈ ചൊറിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കൈ വരയ്ക്കുന്നതേ മറ്റവന് ഇച്ചിരി മോന്താത്തിന് കുഴപ്പം കൊണ്ടാ. അതിനല്ലേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും ബാലമ്പിള്ളയുടെ ചെലവിലാകുന്ന മോശമാ. എന്റെ മോൾക്ക് ഇന്ന് ശമ്പളം കിട്ടും. ഇന്ന് ഞാൻ അങ്ങോട്ട് സൽക്കരിക്കാം. അവൾ ഇപ്പോഴേക്കും എത്തും. മോളെ, ഒരു 20 രൂപയും കാണിച്ച് ഈ ബാലന്റെ മുമ്പിൽ അച്ഛന്റെ അന്തസ്സൊന്ന് കാണിക്കട്ടെ മോളെ. ആ കൊച്ചു കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശ കുടിച്ചു കുടിക്കണ്ട. വീട്ടുകാരന് പിന്നെ എന്താ ചെയ്യും? കൊടുക്കല്ലേ മോളെ? ഇതാ മോളെ, അച്ഛനിതാ. അച്ഛനും കൊടുക്കണ്ട, നീ താ മോളെ. അവൾ എന്റെ മോളാ, അവൾ എന്റെ താമോളെ. നീ താ മോളെ, നീ ഇങ്ങോട്ട് താ മോളെ. അച്ഛന് താമോളെ. ഇതാ എന്റെ ശമ്പളം, ആരും വേണേ എടുത്തു. എന്റെ മോളെ സമ്പാദിച്ച കാശ, നിനക്കെന്നാ കാര്യം? ഓഹോ, കാശിന്റെ കാര്യം വന്നപ്പോ ചിറ്റമ്മയല്ലേ? എന്നാ വെച്ചോ, മുഴുവൻ വെച്ച് തലയ്ക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനും മോളും ചോറിനാൻ വരുമ്പോഴേ മൊണ്ണ ഞാൻ നിലന്ന് വെക്കും. എന്നെ കൊണ്ട് ഇനി കടം വാങ്ങിക്കാനൊന്നും വയ്യ, ആരും തരാനുമില്ല. ചേട്ടാ, ആ കാശ് കൊടുക്ക്. അത് കൊടുക്കാൻ നമുക്ക് 2 മില്ല് അടിക്കാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. വാ. അതെ, കോടീശ്വര ഫൈനാൻസിംഗ് കോർപ്പറേഷൻ ഉണ്ടല്ലോ സർ. ഹലോ, അതെ ഞാൻ തന്നെ. ഡെപ്പോസിറ്റ് തിരിച്ചു വേണമെന്നോ? തരാമല്ലോ, അടുത്ത ആഴ്ച വരണം. ഓക്കെ. പലരും പണം തിരിച്ച് ആവശ്യപ്പെടുകയാണ്, എങ്ങനെ കൊടുക്കും? അതിനല്ലേ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളായല്ലോ, ചെലവ് അതുപോലെ കൂടുകയല്ലേ? അതാണ് അതിന്റെ ഒരു ടെക്നിക്. അമിതമായ പലിശ വാഗ്ദാനം ചെയ്യുക, ധാരാളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക,
കിട്ടാവുന്നിടത്തോളം ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യുക. കുറെ നാളത്തേക്ക് ഈ ഡെപ്പോസിറ്റ് വരുന്ന സാധുക്കളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷമുള്ള കളി കാണുമ്പോ അവർ അന്തം വിട്ടു. ഇവിടെ തന്നെ കുറെ പേർക്ക് ബുധനാഴ്ച കൊടുക്കാൻ നേരിട്ടിരിക്കുന്നു. അതിനല്ലേ ചാലക്കുടിയിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ പലരും നിയമിക്കണ്ടേ. ഉദ്യോഗത്തിന് വരുന്നവരിൽ നിന്നും നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കും. ആ ഡെപ്പോസിറ്റ് തുക ഇങ്ങോട്ട് മറിക്കും. ഇവിടുത്തെ കാശെടുത്ത് വിജയവാഡയിലേക്ക് മറിക്കും. വിജയവാഡയിലെ കാശെടുത്ത് സെക്കന്ദരാബാദിലേക്ക് മറിക്കും. ഇത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആരാ വന്നാ നോക്ക്. KC മോളിക്കുട്ടിയുടെ ഡെപ്പോസിറ്റുകാരില്ല ഇവിടെ? അതിന്റെ പെങ്ങളാ. ചേട്ടൻ ഇരുന്നാട്ടെ, ഞാൻ ഇരിക്കാൻ വന്നതല്ല. എന്റെ പെങ്ങളുടെ ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും എന്താ പണം കൊടുക്കാഞ്ഞത്? അതല്ലേ അടുത്ത ബുധനാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു 3 ബുധനാഴ്ച കഴിഞ്ഞല്ലോ പെങ്ങള് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പലിശ ഇപ്പൊ എത്രയാണെന്നറിയാമോ? ഡെപ്പോസിറ്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോ കൊടുക്കുമ്പോ പലിശയും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ പെങ്ങളുടെ ഭർത്താവ് ആശുപത്രിയിൽ മരിച്ചു കിട്ടിയ കാശാ. കൊടുക്കാനൊക്കെ തന്നെ പറയണം. വാങ്ങിക്കാൻ എനിക്കറിയാം. അത് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങനെ വെറുതെ ബഹളം വെക്കുന്നത്. ബുധനാഴ്ച വരുന്നു, പണം വാങ്ങിക്കുന്നു, പോകുന്നു. ഞാൻ മോളിക്കുട്ടിയുടെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കി വെച്ചോളാം. സ്റ്റാമ്പ് ഒട്ടിച്ച് റെസിപ്റ്റ് റെഡി ആക്കി വെച്ചോളാം. ചേട്ടൻ വന്നാൽ ഒട്ടും താമസിക്കാതെ പണം കൊടുത്തേക്കണം. പോയിട്ട് വാ. ഓക്കെ. അപ്പോ ബുധനാഴ്ചക്ക് മുമ്പ് സംഗതികൾ ശരിപ്പെടുത്തണം. ഇറ്റ് വിൽ ബി ഡൺ. ഈ ബുധനാഴ്ച ഇതെല്ലാം കൂടെ എങ്ങനെയാ കൊടുക്കുന്നത്? കൊടുക്കില്ല. അവര് വഴക്കൂടില്ലേ? ആരോട്? സാറിന്റെ കൂടെ. അതിനവരെന്നെ കണ്ടിട്ട് വേണ്ട വഴക്ക് കൂടാൻ. അപ്പൊ എന്ത് ചെയ്യും? മുങ്ങും. നിങ്ങളെ? ആ മുങ്ങും. പിന്നെ അവരെന്നെ കാണുകയില്ല. അപ്പൊ എന്താ കാര്യോ? നീയില്ലാത്തൊരു മുങ്ങലുണ്ടോ? നിന്നെയും കൊണ്ടേ ഞാൻ മുങ്ങൂ. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ 10-45 ലക്ഷത്തോളം ഡെപ്പോസിറ്റ് ഉണ്ട്. നമുക്കത് പോരെ? ഇതിന് കൈപ്പേര് കൊണ്ടുവരണം. ശരി. ഇത് രാധയ്ക്ക് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കൂ. നിർത്തിയാട്ടെ, അടിച്ചിടത്തോളം മതി. എന്താ? ഇന്നത്തോടെ ഉദ്യോഗം ക്ലോസ്. ഇതൊന്ന് ഒപ്പിട്ടാട്ടെ. ആ സെക്രട്ടറിയോട് ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ 3 മാസത്തേക്ക് കൂടി നീട്ടി കിട്ടിയേക്കും. ശരിയാ, അവര് പറഞ്ഞ എന്ത് കേൾക്കും. ഒന്ന് പറഞ്ഞു നോക്ക്. എംഡിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അദ്ദേഹം നല്ല മനുഷ്യനാ. പ്രയാസങ്ങൾ നേരിട്ട് പറഞ്ഞാൽ വേണ്ടത് ചെയ്യും. ശരി. പിന്നെ ഇപ്പൊ കാണണ്ട, അദ്ദേഹം വളരെ ബിസിയാണ്. 5 മണി കഴിഞ്ഞ് കാണുന്നതാണ് കൂടുതൽ നല്ലത്. പോയി കണ്ടു പറയൂ. ആ ശരി. ആ വരൂ. എന്താ കാര്യം? ടെർമിനേഷൻ നോട്ടീസ് കിട്ടി. അതെ. എന്റെ വീട് പട്ടിണിയിലായി പോയി സർ. ദയവ് ചെയ്ത് മറ്റൊരു ജോലി കിട്ടുന്നത് വരെ. ഈ കമ്പനിയുടെ പോളിസി എങ്ങനെയാണ്? ആരെയും സ്ഥിരപ്പെടുത്താറില്ല. എന്നെ ഒന്ന് സഹായിക്കണം സർ. വീട്ടിലെ സ്ഥിതി അത്രയ്ക്ക് കഷ്ടമാണ് സർ. ഇരിക്കൂ. ഇവിടെ വരൂ.
Miss Radha, etc., etc. In view of the personal representation made by you, and in view of our appreciation of your earnestness in your duties while in our service, the company is pleased to hereby revoke its earlier order of termination of service, which has been already served on you, and to appoint you in a permanent character from this day in your present post. The company is also pleased to sanction an increase of ₹75 per mensum on your salaries, etc., etc. വേണ്ട ടൈപ്പ് ചെയ്തോണ്ട് ഇപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുത്തേക്കാം. ശരി. എന്താ മതിയോ? സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സാർ. അത് പറ്റില്ല. നന്ദി വേണ്ടതാണ്. അതെങ്ങനെ കാണിക്കണമെന്ന് അറിയുകയും വേണം. എന്താ മനസ്സിലായില്ലേ? സാർ, രാധ എന്നോട് സഹായം ചോദിച്ചു. എന്റെ കമ്പനിയുടെ പോളിസിക്ക് എതിരായിരുന്നിട്ട് പോലും ഞാനത് ഉടനെ സമ്മതിച്ചു, അല്ലേ? അതെ സർ. അതുപോലെ ഞാൻ ഇപ്പൊ രാധയോട് ഒരു ഫേവർ ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് രാധയ്ക്ക് ഇനിയും ഒരുപാട് സഹായം കിട്ടാനുണ്ട്. ഐ പ്രോമിസ് ദാറ്റ്. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒപ്പിട്ട് നിന്നെ ഏൽപ്പിക്കുന്നതിന് മുൻപ് രാധേ, രാധേ, എന്തുണ്ടായി? കരയാതെ കാര്യം പറ. അയാളൊരു ദുഷ്ടനാണ്, അയാളൊരു മൃഗമാണ്. എനിക്ക് അയാളുടെ ജോലി വേണ്ട, എനിക്ക് ഒരുത്തന്റെയും ജോലി വേണ്ട. അയാൾ എന്ത് ചെയ്തു രാധേ? അയാൾ എന്നെ നശിപ്പിക്കാൻ നോക്കി. എന്നിട്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. നീ എന്നെ തീരുന്നിച്ചല്ലോ. സാരമില്ല. ഒരന്യ പുരുഷൻ ചീത്ത വിചാരത്തോട് ദേഹത്ത് തൊടുന്നതും കടന്നു പിടിക്കുന്നതും സാരമില്ലാത്ത കാര്യമല്ല ഒരു പെണ്ണിന്. അതിനിപ്പോ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാ പരിശുദ്ധിയോടും ചേട്ടന്റെ കൈകളിൽ വന്നു നിൽക്കണം എന്നാണ് എന്റെ ആശ. നിന്റെ മനസ്സും നിന്റെ സ്നേഹവും എനിക്കറിയാം രാധേ. ഒരു പെണ്ണാടി ഒന്ന് തൊട്ടുവെന്ന് വെച്ച് ഒരു പെണ്ണിന്റെയും പരിശുദ്ധി കുറഞ്ഞു പോകുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് ഒരു പെണ്ണും ഒരിക്കലും കുറ്റക്കാരിയാവുന്നില്ല. നീ ധൈര്യമായിട്ട് പോകും. എനിക്കില്ല അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട്. നീ പോകും.
ചത്തുവും പറയുന്നത് കേക്ക്. പ്രേമിച്ചതിനുള്ള ഇടിയല്ലേ എടാ. അത് ഇത് മതി. ഇനി ഡിപ്പോസിറ്റ് ചെയ്തവന്മാര് കുറേ വരുന്നുണ്ട്. അവന്മാര് പിന്നെ എവിടെ ഇടിക്കും? നിന്നെ ഞാൻ അയ്യോ, എന്റെ 10,000 ഇടി ഇടിച്ചില്ല. അല്ലെങ്കിൽ വേണ്ട, അത് അവന്മാർ ഇടിച്ചോളും. ബാ, നമുക്ക് പോവാം. ബാ. കാണാൻ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം. നീ ഒന്നുകൊണ്ട് ദുഃഖിക്കരുത്. എന്റെ മനസ്സ് നിറയെ നീ ഉണ്ടായിരിക്കും എന്നും. ആ വിശ്വാസം മാത്രമായിരിക്കും എന്നെ ജീവിപ്പിക്കുന്നത്. ചേട്ടൻ നാളെ പോകുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എന്റെ മനസ്സിന് എന്തോ ഒരു വല്ലാത്ത ഭയം. ഒരു ഭയവും വേണ്ട. ഞാൻ യുദ്ധത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, ജോലിക്കല്ലേ. എന്റെ വീട്ടിലെ സ്ഥിതി യുദ്ധത്തെക്കാൾ കഷ്ടമാണ്. നീ എനിക്കൊന്നൊരു ഉറപ്പ് തരണം. എന്റെ സ്നേഹത്തിന് ചേട്ടൻ ഇനിയും ഒരു ഉറപ്പ് വേണോ? നിന്റെ സ്നേഹത്തിന്റെ കാര്യത്തിലല്ല, പിന്നെ എന്തുണ്ടായാലും നീ ധൈര്യമായിരിക്കുമെന്ന്, ദുഃഖിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. എന്താ നാടി ഇവിടെ തട്ടിമറിക്കിട്ടത്? എടി, നിങ്ങളെ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടെ, ശ്രീധരമുള്ള ചേട്ടൻ വരുമ്പോ ഞാൻ ഇത്രയും സമയം അന്വേഷിച്ചിരുന്നെന്ന് പ്രത്യേകം പറയണം. ബാലചന്ദ്രൻ ഇവിടെ ഇരിക്കണം. ഇപ്പൊ വരും, കണ്ടിട്ട് പോകാം. നേരം വെളുത്തപ്പോ ഇവിടെ ഇറങ്ങിയതാ. ഒരു ജോലി ഉണ്ടായിരുന്നു, അതും തൊളിച്ചു. നാടി ചുറ്റി നടക്കുക. കാമവുമായിട്ട് കറങ്ങി നടന്നോടി. നിന്റെ പ്രേമം അഴിഞ്ഞോട്ടും നാട്ടിൽ മുഴുവൻ പാട്ടാണടി. നാണക്കേട്. നോക്കണ്ട, നീ കാരണം മറ്റുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ശ്രീരമ്പിള്ളച്ചേട്ടൻ വരുമ്പോ പെണ്ണു വല്ലതും പറഞ്ഞു കൊടുക്കുവോ? ഏയ്, പുള്ളിക്കാരൻ എന്റെ ഈ കാര്യത്തിൽ വലിയ വിശ്വാസം. പിന്നെ ഇവളെവിടെ ഇങ്ങനെ നിർത്തിയിരുന്ന നമുക്ക് ശല്യവാ. വഴി ഉണ്ടാക്കാമെന്ന് ബാലമുരളി പോകുന്നു. ഞാനിതാ ഇപ്പൊ വന്ന് കയറി. ചേട്ടനെ തിരക്കായിരുന്നു. ഇരിക്കെ. മോക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്ന കാര്യം പറയായിരുന്നു. ഇതുപോലുള്ള തട്ടിപ്പുറമിൽ ജോലി കിട്ടിയ എന്താ കാര്യം? എന്നാൽ അയക്കണ്ട. കള്ളു കുടിക്കാനും വീട്ടിയാലും വേറെ വഴി കണ്ടോണ്ടാ മതി. രാധമ്മയുടെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന്. ചേട്ടാ, നമുക്കൊന്ന് ഇറങ്ങിച്ചു വരാം. ബാലഞ്ചേട്ടനാ ഈ മനുഷ്യനെ കൊണ്ട് നടന്ന് കള്ളും ചാരായും മേടിച്ചു കൊടുത്ത് ചീത്തയാക്കുന്നത്. പിന്നെ ഞാൻ എട്ടുമൊട്ടും അറിയാൻ മേലാത്ത കൊച്ചു കുഞ്ഞല്ലേ കൊണ്ടുവന്ന് ചീത്തയാക്കാൻ. എന്റെ ഈ ലോകം ആവശ്യമില്ല. ഇങ്ങനൊരു നല്ല മനുഷ്യൻ. എന്തെങ്കിലും ഒരു സഹായം. സഹായം ഓടിയ അവിടുന്ന്. ബാലമുള്ള വാ.